ഭാരതത്തിൻ്റെ പ്രഥമ വനിതാ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ചിത്രത്തിൻ്റെ പ്രവർത്തകരെയും അഭിനേതാക്കളെയും റാണി മരിയ അംഗമായിരുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷൻ്റെ മാതൃഭവനമായ പോർഷ്യുങ്കാളയിൽ സ്വീകരിച്ച് ആദരിച്ചു. 21-ാം വയസ്സിൽ മിഷൻ തീക്ഷ്ണതയോടെ ഉത്തരേന്ത്യയിലേക്ക് യാത്രയായ റാണി മരിയ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവളായി ജീവിച്ച് ജന്മിത്തം കൊടികുത്തി വാണിരുന്ന ആ നാട്ടിൽ പാവങ്ങളുടെ സമുദ്ധാരണത്തിനായി നിലകൊണ്ടു. ഇതിൽ ശുഭിതരായ മുതലാളി വർഗത്തിൻ്റെ കരടായി റാണി മരിയ മാറുകയും 1995 ഫെബ്രുവരി 25-ന് ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാമധ്യേ ഒരു വാടക കൊലയാളിയുടെ 54 കുത്തുകളേറ്റ് മരിക്കുകയുമായിരുന്നു. ഘാതകനായ സമുദ്ര സിംഗിന് റാണി മരിയയുടെ കുടുംബം മാപ്പ് നൽകി സഹോദരനായി സ്വീകരിച്ചത് ക്ഷമയുടെ വേറിട്ടൊരു മുഖം പ്രതിഫലിപ്പിക്കുന്ന സംഭവമായിരുന്നു. അനേകം മിഷണറിമാർക്ക് മാതൃകയും പ്രചോദനമായി മാറിയ റാണി മരിയയെ 2017 നവംബർ 4-നാണ് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഉണർവും പ്രചോദനവുമായി മാറിയ ചിത്രത്തെ ഏറ്റെടുത്ത ത്യാഗങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞ അനുമോദന ചടങ്ങിൽ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും പൊന്നാടയും മൊമൻ്റയും നൽകി FCC സമൂഹം അവരെ ആദരിച്ചു. വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കി FCC സിസ്റ്റേഴ്സ് അണിയിച്ചൊരുക്കിയ ഹ്രസ്വമായ ദൃശ്യാവിഷ്കാരവും ചടങ്ങിനെ കൂടുതൽ ഹൃദ്യമാക്കി.